ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മക്കളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. സോ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. വളരെ അടുത്ത റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും മാത്രം വിളിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെറിയൊരു പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ മക്കളുടെ അച്ഛൻ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ്. തലേ ദിവസം തന്നെ അനിയന്മാരും ഫ്രണ്ട്സും വന്നിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ മക്കളുടെ കുറച്ച് ഫോട്ടോസും എടുത്തു. പിറന്നാൾ ദിവസം രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോവാണ്. ആക്ച്വലി ഇവർക്ക് 1 വയസ്സായെന്ന് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ പ്രഗ്നൻസി ടൈം ആയാലും ഡെലിവറി ടൈം ആയാലും അതേപോലെ NICU ടൈം എനിക്കതൊരിക്കലും മറക്കാൻ പറ്റാത്ത സമയങ്ങളാണ്. ഒരു 2-2.5 മാസത്തോളം എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നുകയാണ്. ഇത് മണിയാർ ഭഗവതി ക്ഷേത്രമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് മക്കൾക്ക് ചോറ് കൊടുപ്പും നടത്തിയത്. കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇപ്പോൾ പോവുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഉച്ചയ്ക്ക് ശേഷം കേക്ക് കട്ട് ചെയ്യാം എന്നായിരുന്നു. വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് മക്കൾ കുറച്ച് നേരം കളിയൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്ക് അവർ നല്ലതുപോലെ ടയേർഡായി. അപ്പോൾ പിന്നെ ആദ്യമേ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അവർ സ്വസ്ഥമായിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. കേക്കൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. മക്കൾ ആളും ബഹളവും എല്ലാം കണ്ടും കേട്ടും വണ്ടടിച്ചിരിക്കുകയാണ്. എന്താ ചുറ്റും സംഭവിക്കുന്നതെന്ന് അവർക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും മക്കളുടെ അപ്പോഴത്തെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ നല്ലതുപോലെ ഉറങ്ങി. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് ഫുഡൊക്കെ വന്നു. ഈ വീഡിയോ കാണുന്ന ന്യൂ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മക്കളുടെ ഓരോ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്യുക. നമ്മൾ എത്ര ബിസി ആയാലും അതിന് കുറച്ച് ടൈം കണ്ടെത്തണം. കാരണം ഈ ടൈമൊന്നും നമുക്കൊരിക്കലും തിരിച്ച് കിട്ടില്ല. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് അവർ വളർന്ന് വലുതാവും. മക്കൾ കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടി. അപ്പോൾ അതിനുശേഷം പിന്നെ കളിയായിരുന്നു. വൈകിട്ടായപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ വകയിൽ നിന്ന് പൂജയും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. സോ മക്കൾ ആക്ച്വലി ഫെഡപ്പായി. എപ്പോഴും ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റുന്നത് അവൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മക്കളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ പേരൻറ്ഹുഡ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇയറായി. അപ്പോൾ എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.